ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പുലിവാല് പിടിച്ച പോലെ. KPSCയിൽ ഇത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഓഫീസ് പോലും ഇല്ല. തരൂർ ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആരൊക്കെ ഹൈക്കമാൻഡിനെതിരായി നിന്നിട്ടുണ്ടോ അവരൊക്കെ ലോ കമാൻഡായിട്ടോ അതിന് ഔട്ടായിട്ടോ പോയിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് പോലും കോൺഗ്രസിനകത്ത് തലയുയർത്തിയവരെയൊക്കെ അവർ വെട്ടി നിർത്തിയിട്ടുണ്ട്. നമസ്കാരം. ശശി തരൂരിൻ്റെ തുടർ നീക്കങ്ങൾ എന്താ? ഹൈക്കമാൻഡുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്കാണോ അദ്ദേഹത്തിൻ്റെ പോക്ക്? കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാനുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ MS വേണുഗോപാൽ സാറാണ്. സ്വാഗതം സർ. ശശി തരൂരിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ നേരത്തെ ഈ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ശശി തരൂരിൻ്റെ ഭാവി എന്താ? ഏതിലേക്കായിരിക്കും ഇനി പോകാൻ പോകുന്നത്? ഒരു തുറന്ന യുദ്ധത്തിലേക്കായിരിക്കുമോ? ഹൈക്കമാൻഡ് ഒരു തുറന്ന യുദ്ധത്തിലേക്കായിരിക്കുമോ അദ്ദേഹം പോകുന്നത്? ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശശി തരൂർ ഒരു പുലിവാല് പിടിച്ച പോലെയാണ്. നായർ പിടിച്ച പുലിവാൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പുലിവാലിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അത് വിട്ടുകളഞ്ഞാൽ ശശി തരൂരിന് തന്നെ പിടിച്ചു വിഴുങ്ങുന്ന ഒരു കടുവയായി മാറാം, പുലിയായി മാറാം. അപ്പോൾ ശശി തരൂർ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കളിക്കുന്നത്. അതിനെ പിടിച്ച് ഇപ്പോഴും ഇങ്ങനെ ഒഴുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിൻ്റെ വഞ്ചി തിരുനക്കര തന്നെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം എല്ലാവരിൽ നിന്നും തഴയപ്പെടുന്ന രീതിയിലാണ് തോന്നിയത്. ആ സന്ദർഭത്തിൽ ആണ് പെട്ടെന്ന് അപകടം മണത്തറിഞ്ഞ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹത്തിനെ ഒരു മീറ്റിങ്ങിന് വിളിക്കുകയും ഉന്നത നേതാക്കളുമായിട്ടെല്ലാം ഒരു ചർച്ച നടത്താനായിട്ട് അവസരം ലഭിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയായിട്ട് 1-to-1 ചർച്ചയ്ക്കുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ അത് അദ്ദേഹം വളരെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ തനിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അവഗണന, പ്രത്യേകിച്ച് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കാലം മുതൽ തനിക്കുണ്ടായിരിക്കുന്ന അവഗണന പിന്നീട് ഒരു പ്രവർത്തക സമിതി അംഗമാക്കി തന്നെങ്കിലും അതിലും എനിക്ക് യാതൊരുവിധ പ്രാധാന്യവും കിട്ടുന്നില്ല. ബഡ്ജറ്റ് സമ്മേളനത്തിന് പോലും പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. പല വേദികളിലും വിളിച്ചിരുത്തും, പക്ഷേ വാ വിളിക്കാൻ അവസരം കൊടുക്കില്ല. ചിലരൊന്നും വിളിക്കാറുമില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ഒഴിലുകയാണ്. ചുരുക്കം പറഞ്ഞാൽ KPSCയിൽ ഇത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഓഫീസ് പോലും ഇല്ല. പ്രവർത്തക സമിതി, കേരളത്തിൽ നിന്നുള്ള സ്ഥിരം പ്രവർത്തക സമിതി അംഗങ്ങൾ ഒരാളായ അദ്ദേഹത്തിന് ഒരു സീറ്റ് പോലും അവിടെ ഇല്ല. 2009 മുതൽ സജീവമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ. അത് മാത്രമല്ല, തോൽവി ഇറങ്ങിയിട്ടില്ല. 2009 അതിനുശേഷമുള്ള കാലങ്ങൾ ഇപ്പോഴും ഒരു MB എന്നുള്ള നിലയിൽ തന്നെ തുടരുകയാണ്. മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പറയുന്നത് ഒരു MBക്ക് നൽകുന്ന പരിഗണനയ്ക്ക് അപ്പുറം ഒന്നും കൊടുക്കേണ്ടതില്ല എന്നൊരു ഇത് കൂടി ഹൈക്കമാൻഡിൽ നിന്നും അതുപോലെ സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിന് കൂടെ ഒരു അർഹതയില്ലേ ശശി തരൂരിന്? കാരണം ഇത്രയും വിശാല നിലപാടുകളുള്ള ഒരാൾക്ക് എന്തുകൊണ്ടും അത് ആഗ്രഹിച്ചാൽ അതിൽ തെറ്റുണ്ടോ? അല്ല, അദ്ദേഹത്തിന് അർഹതയുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലൂടെ അദ്ദേഹത്തിന് വേറൊരു കാര്യം ബോധ്യമായി. താൻ പറയുന്ന ആശയങ്ങളോട് യോജിക്കുന്ന ഒരു വലിയ വിഭാഗം യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ആ യുവാക്കളെയും സാധാരണ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്താൻ എനിക്ക് കഴിയും. ഇതൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധിയോടുള്ള സംഭാഷണത്തിലും അദ്ദേഹം പറഞ്ഞത്. എനിക്ക് യുവാക്കളെയൊക്കെ സംഘടിപ്പിക്കുന്നതിനുള്ള അവസരം തരണം. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് അത് പിള്ളേരുടെ പണി നോക്കട്ടെ. അപ്പോൾ പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയ്ക്ക് NSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അഡ്വൈസറി റോളിലേക്കും അതിൻ്റെ ഒരു നിയന്ത്രണ റോളിലേക്കും ഒക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരെ ഇൻസ്പയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു റോളിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ നേതൃത്വം ഭയക്കുന്നത് ഇദ്ദേഹം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഇനി 2026 വന്ന് ഒരു ഫൈറ്റ് നോക്കാനാണോ, നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി ഒരു ശ്രമം വീണ്ടും നടത്തുന്നോ എന്നൊക്കെയുള്ള ധാരണകളും ഒക്കെ അവർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേരളത്തിലും എതിർപ്പ് വന്നത്. പക്ഷേ ആ എതിർപ്പിനെല്ലാം ഒരു വെടിനിർത്തൽ കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇതിങ്ങനെ വിട്ടാൽ പ്രശ്നമാണെന്ന്. അതുകൊണ്ട് അദ്ദേഹം തരൂരിനെ താക്കീത് എന്നാൽ താക്കീതല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ട്. തരൂരിനും അത് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്ന തരൂർ ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ആരൊക്കെ ഹൈക്കമാൻഡിനെതിരായി നിന്നിട്ടുണ്ടോ അവരൊക്കെ ലോ കമാൻഡായിട്ടോ അതിന് ഔട്ടായിട്ടോ പോയിട്ടുള്ള സന്ദർഭങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്.
പക്ഷേ കൃത്യമായൊരു കോംപ്രമൈസ് ടോക്ക് വേണം, എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ഇപ്പം സംയമനം പാലിക്കാൻ പറ്റുള്ളൂ തരൂരിനെ പോലൊരാൾക്ക്. കാരണമല്ല, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന അവഗണനയെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ഫാക്ടറായിരിക്കും ശശി തരൂരിനെ വീണ്ടും പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്? കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഇനിയും കടിച്ചു തൂങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നില്ല? അതുപോലെ തന്നെ എന്തായിരിക്കും, എന്ത് ഘടകമായിരിക്കും അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത്? അവിടെ അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തുന്നത്, അദ്ദേഹം ഇപ്പം ഒരു നല്ല പൊസിഷനിൽ തന്നെയാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തിന് അതിഭയങ്കരമായ ഒരു സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയവും അദ്ദേഹത്തിനുണ്ട്. ഈ രീതിയിൽ എന്നെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചിലപ്പം താഴോട്ട് പോയെങ്കിലോ എന്നൊരു ഭയവും അദ്ദേഹത്തിനുണ്ട്. മുൻകാല അനുഭവങ്ങൾ പലരുടെയും അനുഭവങ്ങൾ, ഇപ്പോൾ G23 എന്ന് പറഞ്ഞ ഒരു വലിയ വിപ്ലവം ഇടയ്ക്ക് കൊണ്ടുവന്നാണ് 2022 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീമിന്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള പദവിക്ക് ഒത്ത രീതിയിൽ ഒരു പവർഫുൾ മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാർട്ടിയിൽ തന്നെ കുറേ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞാണ് നമ്മുടെ തലതൊട്ടപ്പനായിട്ട് പലരും കോൺഗ്രസിൽ വിശേഷിപ്പിച്ചിരുന്ന ഗുലാം നബി ആസാദ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആനന്ദ് ശർമ്മയാവട്ടെ, മിലൻ ദോറ ആവട്ടെ, പിന്നെ കപിൽ സിബൽ ആവട്ടെ, പിന്നെ പൃഥ്വിരാജ് ചൗഹാൻ ആവട്ടെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീരപ്പ മൊയ്ലി, ഇതിന് കേരളത്തിൽ പിന്നെ തരൂരിനൊപ്പം PJ കുര്യൻ വരെ ഈ ഒരു 23 പേരുടെ നീണ്ട ലിസ്റ്റിൽ പെട്ടവരായിരുന്നു. അതാണ് G23 എന്ന് പറഞ്ഞൊരു വിപ്ലവം വന്നത്. പക്ഷെ അതിനെല്ലാം പാർട്ടി ഒരു വിധത്തിൽ സൈഡ് ലൈൻ ചെയ്യുകയോ കെട്ടടക്കുകയോ അല്ലെങ്കിൽ അവരൊക്കെ സ്വയം പുറത്താക്കുകയോ ഒതുക്കി നിർത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് പോലും കോൺഗ്രസിനകത്ത് തലയുയർത്തിയവരെയൊക്കെ അവർ വെട്ടി നിർത്തിയിട്ടുണ്ട്. അത് മുമ്പൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ബാലഗംഗാധര തിലകനായാലും പിന്നെ ഇങ്ങോട്ട് വരുന്ന കാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇലക്ഷന് വരെ നിന്ന് ഇതുപോലെ തന്നെ ശശി തരൂരിൻ്റെ കൂട്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി. പാർട്ടിയുടെ അഭ്യുതകാംക്ഷിയാണെന്ന് ഉള്ള പേരില്ലാഞ്ഞിട്ട് പോലും. അത് അന്ന് ഗാന്ധിജിയാണ്, സാക്ഷാൽ ഗാന്ധിജി തന്നെയാണ് പട്ടാഭി സീതാരാമയ്യെ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. അപ്പോൾ ഗാന്ധിജിയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹമേ ജയിക്കുകയുള്ളൂ, നേതാജി തോൽക്കുമെന്നായിരുന്നു പലരും വിചാരിച്ചത്. ഗാന്ധിജിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് നേതാജി എന്ന് 1939 വിജയിക്കുകയും, പക്ഷേ പ്രവർത്തനം തുടങ്ങിയപ്പോൾ നേതാജിക്ക് മനസ്സിലായി ഗാന്ധിജിയെ പോലുള്ള ഒരാളുടെ പിന്തുണ ഇല്ലാതെ ഈ കോൺഗ്രസിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രസിഡൻ്റായി എനിക്ക് റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരിക്കാമെന്നേ ഉള്ളൂ, പ്രവർത്തനങ്ങൾ വേറെ രീതിയിലാണ് പോകുന്നത് മനസ്സിലായി അദ്ദേഹം രാജിവെച്ച് പോവുകയാണിത്. ദേശീയ നേതാവിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. പക്ഷേ അതൊക്കെ വ്യക്തിപരമായി ഒരു ക്ലാഷ് ഉണ്ടാകാതെ ഗാന്ധിജി നേതാജിയെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, നേതാജി ഗാന്ധിജിയെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒക്കെയാണ് അവർ പോയത്. നേതാജിക്ക് അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വരെ ഗാന്ധിജിയാണ് പോയി നിന്ന് ആട്ടും പാലും കൊടുത്ത് ചികിത്സയൊക്കെ നടത്തിയത്. റംഗൂണിൽ നിന്നുകൊണ്ട് നേതാജിയാണ് ആദ്യമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് നേഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആദരിച്ചത്. ആ പേര് ആദ്യമായിട്ട് ഉച്ചരിച്ചത് നേതാജിയാണ്. അങ്ങനെയൊക്കെയാണ് അവർ പോയിരുന്നത്. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും ഒക്കെ തന്നെ പിന്നെ നെഹ്റുവിൻ്റെ കാലത്ത് പിന്നെ അത്ര വലിയ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. നെഹ്റു വലിയ ഒരു ഹിമാലയ പർവ്വതം പോലൊരു ദീപസ്തംഭമായിട്ട് അവിടെ നിന്നുകൊണ്ട് നെഹ്റുവിന് വലിയ പുഷ് ആൻഡ് പുള്ള് വന്നില്ലെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായപ്പോഴേക്കും പലവിധ പുഷ് ആൻഡ് പുള്ളുകൾ വരികയും, സഞ്ജീവ റെഡ്ഡി ആവട്ടെ അല്ലെങ്കിൽ മൊറാർജി ദേശായി ആവട്ടെ, പലരും പാർട്ടിക്കകത്ത് വലിയ ചോദ്യങ്ങൾ ഉയർത്തി അവർക്കെതിരെ വരികയും അവരെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അവസാനം ഇന്ദിരാഗാന്ധി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പീരീഡിലാണെങ്കിൽ, രാജീവ് ഗാന്ധിയുടെ പീരീഡിലാണെങ്കിൽ VP സിംഗ് ബോഫോഴ്സ് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വരികയും അദ്ദേഹത്തിൻ്റെ രാജിയിൽ പിന്നെ അത് കലാശിക്കുകയൊക്കെ ചെയ്തു. സോണിയാഗാന്ധിയുടെ പീരീഡിലാണ് പിന്നീട് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ആരെന്നുള്ളൊരു ചോദ്യം വരികയും നരസിംഹറാവുവിനെ ഇതുപോലെ പ്രധാനമന്ത്രിയാക്കുകയും, നരസിംഹറാവു പവർഫുള്ളാണെന്ന് കണ്ടപ്പം നരസിംഹറാവുവിനെ സോണിയാഗാന്ധി വെട്ടുകയും അങ്ങനെ അദ്ദേഹത്തിനെ സീറോ ആക്കുകയും, പിന്നെ നമ്മുടെ പ്രണാബ് മുഖർജിയെ ചവിട്ടി നിർത്തുകയും ഒക്കെ ചെയ്തത് കോൺഗ്രസിനകത്ത് അറിയാം എല്ലാവർക്കും. ഏറ്റവും ദയനീയമായിട്ട് ഇപ്പം പിന്നെ നരേന്ദ്രമോദി വരെ പറയുകയുണ്ടായി സീതാറാം കേസരിയുടെ അവസ്ഥ. അദ്ദേഹം കോൺഗ്രസ്സിലെ 17 വർഷം ട്രഷറായിരുന്ന ആളാണ്.
വളരെ കുട്ടിക്കാലം മുതൽ സ്വാതന്ത്ര്യ സമരം അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത ആളാണ്. കോൺഗ്രസിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. അങ്ങനെയൊക്കെ നിന്ന 10,000 കോടി രൂപയുടെ കാവൽക്കാരൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ ട്രഷറി അദ്ദേഹമാണല്ലോ കൈ ട്രഷറർ എന്നുള്ളത്. അദ്ദേഹത്തിന് ആദ്യം ഈ നരസിംഹറാവുവിനെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് പുറത്താക്കി, പാർലമെൻ്ററി പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയൊക്കെ ചെയ്തപ്പോൾ സോണിയയ്ക്ക് തോന്നി ഇയാൾ കൊള്ളാം എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ച് CWCയുടെ പ്രസിഡൻ്റാക്കി. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെ തട്ടിമാറ്റിക്കൊണ്ട് സോണിയാഗാന്ധി രംഗത്ത് വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു സ്ഥിരം കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കോൺഗ്രസ്സിനകത്ത് നേതൃത്വവുമായിട്ട് ഇടഞ്ഞവൻ നിന്നിട്ടില്ല എന്നുള്ളത് ശശി തരൂരിന് നല്ലപോലെ അറിയാം. പക്ഷെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 17 വർഷത്തെ ഒരു കാത്തിരിപ്പ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സമയം കഴിഞ്ഞു എന്ന് ചിലപ്പോൾ ഒരു തോന്നലുണ്ടായേക്കാം. മാത്രമല്ല കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളൊരു നിയമം തന്നെയായിരിക്കും അദ്ദേഹം പിന്തുടരുന്നത്. കാരണം മറ്റാർക്കും ഇനി ഇങ്ങനെ ശബ്ദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ പോകുന്നില്ല എന്നൊരു തോന്നലായിരിക്കും. അതും കൂടെ ആലോചിക്കില്ല. ഇപ്പോൾ ഈ പിന്മുറക്കാരുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ കൂടി ശശി തരൂരിൻ്റെ മനസ്സിലുണ്ടായില്ലേ? അദ്ദേഹത്തിന് അറിയാം. ഇപ്പം BJP ഈ നിലയിൽ നിൽക്കുമ്പം കോൺഗ്രസ്സിന് ദേശീയ നേതൃത്വത്തിൽ, ദേശീയ പാർട്ടിയിൽ അല്ലെങ്കിൽ ദേശീയ ഭരണത്തിൽ ഒന്നും വലിയ റോള് ഇനി ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ കോൺഗ്രസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഇനി അദ്ദേഹം നിൽക്കാൻ ആഗ്രഹിക്കുന്ന തട്ടകം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതിന് തുല്യമായതോ ഏതെങ്കിലുമായൊരു പദവിയിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുക, അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ നയിക്കുന്ന രീതിയിലുള്ള ഒരു പദവിയിൽ വർക്കിംഗ് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക്, വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു കടിഞ്ഞാൻ നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് തനിക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനാണ് അദ്ദേഹം പറയുന്നത് തൊഴിലാളികളുടെ പ്രശ്നം, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, സാധാരണ ജനങ്ങളുടെ പ്രശ്നം, ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് മുന്നോട്ട് വരണ്ടേ, അതിന് എൻ്റെ കയ്യിൽ സൊല്യൂഷനുണ്ട്, അതിനൊക്കെയുള്ള പദ്ധതികൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. പക്ഷെ അതൊന്നും രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പിള്ളേരുടെ കാര്യം പിള്ളേർ നോക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ കാര്യം അവർ നോക്കട്ടെ എന്നൊക്കെ രീതിയിൽ. എന്നാൽ തരൂരിനെ പിണക്കാതെ നിർത്താനും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാക്കി പ്രശ്നം സൃഷ്ടിക്കരുതെന്നും ഒക്കെ ഒരു കാര്യം പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. ഇനി ശശി തരൂരിനെ സംബന്ധിച്ചോളം ചിന്തിക്കാനുള്ളത് 2025-ലോ 2026-ലോ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ 140 മണ്ഡലങ്ങളിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ അദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഈ കോൺഗ്രസിനുള്ളുള്ള ഒരു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു അപ്രമാദിത്വം അതിനകത്തുണ്ടെന്ന് പറയപ്പെടുന്നത്. ശശി തരൂരിൻ്റെ നിലപാടുകൾ അതിനോട് യോജിച്ച് പോകാൻ സാധ്യതയുണ്ട് ഭാവിയിൽ? നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരുപാട് എന്താ പറയുക, അദ്ദേഹത്തിന് അടിവരയിടാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരാൻ പോവുകയാണ്. അപ്പോൾ യോജിച്ച് നിൽക്കാം. മാത്രമല്ല നമുക്കറിയാം മൻമോഹൻ സിംഗിനായും ഒരുപാട് പേർക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് പോലും ചരട് ഇരിക്കുന്നത് സോണിയാഗാന്ധിയുടെ മറ്റു കയ്യിലാണ് ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് ശശി തരൂരിന് നിൽക്കാൻ പറ്റുമോ? അതാണ് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം. ഗാന്ധിജിയിൽ തുടങ്ങി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പിന്നെ മൊറാർജി ദേശായിക്കും സഞ്ജീവ് റെഡ്ഡിക്കും ഒക്കെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ രാജീവിനോടും ഇന്ദിരയോടും ഒക്കെ ഒപ്പം നിന്നിരുന്ന പല നേതാക്കളും, അതായത് മാധവറാവു സിന്ധ്യ ആവട്ടെ, മൂപ്പനാരാവട്ടെ, പിന്നെ മമതാ ബാനർജി ആവട്ടെ, പിന്നെ പവാറാവട്ടെ, രാജേഷ് പൈലറ്റ് ആവട്ടെ, അങ്ങനെ പ്രധാനപ്പെട്ട ആരെ നോക്കിയാലും, വീരപ്പ മൊയ്ലിയോ ആരെടുത്താലും, പിന്നെ ഗുലാം നബി ആസാദ് ആവട്ടെ, ഇങ്ങനെ ആരെ എടുത്താലും അവർ തഴയപ്പെടുന്നതോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്നതോ പുറത്തു പോകുന്നതോ ഒക്കെ ആയ സാഹചര്യങ്ങൾ കോൺഗ്രസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നേതൃത്വത്തിനെ എപ്പോഴൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടോ ആ വെല്ലുവിളി നടത്തി ഒരു പ്രാവശ്യമല്ല, ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് തരൂർ ആ വെല്ലുവിളി നടത്തുന്നത്. ഒന്ന് പാർട്ടിയുടെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ താല്പര്യമില്ലാതെ CWC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു, അതൊന്ന്. രണ്ടാമതിപ്പോൾ വീണ്ടും ഒരു വെല്ലുവിളി ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ട് പുതിയ സന്ദർഭത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അത് ശശി തരൂരിന് പുറത്തേക്കുള്ള വഴി കൂടി ഉണ്ട് എന്നുള്ളത് തരൂരിനൊരു ചിന്തയുണ്ട്. അപ്പോൾ തരൂർ ഇടത്തേക്ക് പോകണോ വലത്തേക്ക് പോകണോ എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാനുള്ളൂ. BJPയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ BJPയുമായി ധാരണയായി മുന്നോട്ട് പോകണമോ, അതോ തൻ്റെ തട്ടകം കേരളമാക്കിക്കൊണ്ട് ഇവിടുത്തെ LDFുമായി ചേർന്നുകൊണ്ട് LDFിന് ശക്തി പകരുന്ന വിധത്തിൽ ഒക്കെ പോകണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിന്ത. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് അടക്കം ഒരു സമയത്ത് പേര് വന്നിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും തഴയപ്പെടുന്നതിൻ്റെ അവസ്ഥ, അവിടെയും തഴയപ്പെടൽ നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയതാണ്, ആ ഒരു രീതിയിൽ കിട്ടിയതാണ്.
വീണ്ടും തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു ചുവട് മാറ്റി കളിക്കാൻ ചിലപ്പോൾ തരൂർ വിചാരിച്ചാൽ അതിന് സാധ്യമാകുമോ? അതിനെ പറ്റിയൊരു പ്ലാറ്റ്ഫോമും അദ്ദേഹത്തിന് മുന്നിൽ കാണില്ലേ? ആ പ്ലാറ്റ്ഫോമാണ് അദ്ദേഹം ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ വഴി കേന്ദ്രത്തിലെയും നരേന്ദ്രമോദിയെയും പ്രശംസിച്ചുകൊണ്ടും കേരളത്തിലെ LDFനെ അവരുടെ പ്രവർത്തനങ്ങളെയും വ്യവസായ അഭിവൃദ്ധി വരുന്നതിനെയും തൊഴിൽ സംരംഭങ്ങൾ കൂടുതലുണ്ടാകുന്നതിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ ഒരു 2 പാതകൾ അദ്ദേഹം തുറന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ അദ്ദേഹത്തിനുള്ള സാധ്യതകൾ പലതാണ്. ചിലപ്പോൾ കേന്ദ്രമന്ത്രിയായി തന്നെ അദ്ദേഹത്തിന് വരാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ അവസരങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. കോൺഗ്രസ് പാർട്ടി MP സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ചെയ്യാനത് സമ്മതിക്കാൻ വഴിയില്ല. അപ്പോൾ അതെങ്ങനെയാണ്? കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ 26 വരുന്ന ഇലക്ഷനിൽ വലിയൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. അദ്ദേഹത്തിനെ പലരും ഉപദേശിക്കുന്നുണ്ട്. അദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനം കൊണ്ട് പോകാൻ കഴിയും. ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ശാഖ കൊണ്ടുവന്നാൽ LDFനകത്ത് അത്തരത്തിൽ സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യം വരികയും അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ കോൺഗ്രസ് UDFന് വെല്ലുവിളിയായിക്കൊണ്ടും LDFന് തണലായിക്കൊണ്ടും ഒക്കെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികം താമസിയാതെ അതിനൊരു തീരുമാനം ശശി തരൂർ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോൾ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന തരൂർ രൂപം മങ്ങിപ്പോവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ മങ്ങാനും മുക്കാനുമുള്ള നടപടികൾ ഹൈക്കമാൻഡിൽ നിന്നും ശക്തമായിട്ടുണ്ടാകും. സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരു തരൂരിന് വേണ്ട ഒരു പിന്തുണ കിട്ടുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഇവിടെ എതിരാളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈക്കമാൻഡിൽ അടക്കം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, എനിക്കിവിടെ എതിരാളികൾ കൂടിയെന്ന് മാത്രമല്ല ഇവിടെ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പം ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഐക്യം വരുന്നെങ്കിൽ അതും ഒരു നല്ല കാര്യമാണല്ലോ എന്ന് അദ്ദേഹം ആക്ഷേപഹാസ്യരൂപേണ പറയുകയുണ്ടായി. ഈ ഒരു ചർച്ചകൾ വന്നപ്പോഴും അദ്ദേഹത്തെ ഇതുവരെയും ആ ഒരു വിവാദ ലേഖനത്തിൻ്റെ ആ ഒരു നിലപാടിൽ നിന്നും മാറി സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ വീണ്ടും സർക്കാരിനെ, അതായത് നമ്മുടെ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതല്ലേ അത്? അദ്ദേഹത്തിന് കേരളത്തിലേക്കൊരു ഓപ്പണിംഗ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും UDFൽ ഇനിയിപ്പം അങ്ങനെ ഒരു സ്കോപ്പ് അദ്ദേഹം കാണുന്നില്ല. അപ്പോൾ LDFലായിരിക്കണം അതിനൊരു അവസരം. ആ അവസരം വെറുതെ വന്ന് ഒരു ഒറ്റയാനായിട്ട് വരുന്നത് അദ്ദേഹത്തിന് ഭൂഷണമാകുമോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിനെ പലരും അഡ്വൈസ് ചെയ്യുന്ന പോലെ ഒരു സംഘമായിട്ട് വരാൻ പറ്റുമോ, ഇതൊക്കെയാണ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ LDFലേക്ക് വരികയാണെങ്കിൽ LDFൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ലഭിച്ചേക്കാം. പറഞ്ഞവരെ എതിരാളികൾ അതെ, സംസ്ഥാനത്ത് എതിരാളികൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം നല്ലൊരു ഫൈറ്റിനുള്ള വേദി അപ്പോൾ ഒരുങ്ങി വന്നേക്കാം. അപ്പോൾ എന്തായാലും അത് ആയിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയർ ഇതുവരെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇത്രയും വിശാലമായിട്ടൊരു നിലപാടുള്ള ആൾക്ക് ഒതുങ്ങി കൂടേണ്ട ഒരു ഇത് ഇടമായിട്ടല്ല, കുറച്ചുകൂടെ അർഹിക്കുന്ന പരിഗണനകൾ കിട്ടേണ്ടതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള പരിഗണന കോൺഗ്രസിനകത്ത് ലഭിക്കില്ല. കോൺഗ്രസിനകത്ത് ഹൈക്കമാൻഡ് പറയുന്നതാണ് ആപ്തവാക്യം. അതിനോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് വളരാമെന്നല്ലാതെ പരപ്പുറത്തേക്ക് ചായുന്നത് ഇനി ചന്ദനമരമാണെങ്കിൽ അവരത് വെട്ടും, അത് നിലനിർത്തില്ല. അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യം. ഞാൻ അതാണ് പല പ്രാവശ്യം അടിവരയിട്ട് പറഞ്ഞത്. ഗാന്ധിജി മുതൽ ഇന്നത്തെ രാഹുൽ ഗാന്ധി വരെയുള്ളവരുടെ രീതി അതാണ്. ഇപ്പോൾ ഒരു ഗാന്ധിയല്ല, 3 ഗാന്ധിമാരുണ്ട്. സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്. അപ്പോൾ ആ ഗാന്ധിമാരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഗേറ്റ് ക്രാഷിങ്ങിന് അനുവദിച്ച് കൊടുക്കില്ല. അതിനൊരു ബുൾഡോസർ വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ മുന്നോട്ട് വന്നാൽ. പുറമേ ഒരു മൃദുഭാവമാണ് എല്ലാവർക്കും കോൺഗ്രസ് എന്ന് കേട്ടാൽ അറിയാം. പക്ഷേ അകത്ത് നടക്കുന്ന ഒരു തീമഴയാണെന്ന് പറയാം. അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് പറയാൻ പറ്റില്ലേ? അകത്ത് തീർച്ചയായിട്ടും അകത്തളത്തിൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഒരു ഡെമോക്രസി ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡെമോക്രസി എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ പറയുന്നതിന് മാത്രമാണ്, പ്രവർത്തിക്കുന്നതിനില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിന് കോൺഗ്രസിനകത്ത് ബുദ്ധിമുട്ടില്ല. കുരയ്ക്കാം, പക്ഷേ കടിക്കരുത് എന്നുള്ളതാണ് അവിടുത്തെ പോളിസി. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിനെ അവർ പലപ്പോഴും ഇഗ്നോർ ചെയ്യും. തൽക്കാലം അങ്ങനെ പറഞ്ഞതല്ലേ, നാവ് പിഴ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും. പക്ഷേ പ്രവർത്തനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ വെച്ച് പൊറുപ്പിക്കാറില്ല. പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നത് അത്ര ലോ കമാൻഡ് ആവില്ല. അപ്പോഴും ഹൈക്കമാൻഡായിട്ട് തന്നെ അവർ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്.
ഇനി നമ്മൾ പുറമേ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അനുനയ ചർച്ചകൾക്കിടയിൽ ശശി തരൂർ സംതൃപ്തിയല്ലാന്ന്. നേരെ ഒന്ന് തിരിച്ചു ചിന്തിച്ചാലോ? കാരണം രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു നേതാക്കൾക്ക് മുമ്പിൽ ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെ ഇരുന്നിട്ടില്ല, വിശദമായിട്ട് അങ്ങനെ ഇരുന്നിട്ടില്ല. മാത്രമല്ല 2 ചർച്ചകൾ ഇപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ വന്ന് വേണുഗോപാലൊക്കെ ഉള്ളവരായിട്ടാണ് ഈ ഒരു ചർച്ച നടന്നത്. മാത്രമല്ല അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ച നടന്നു. നമുക്കിനി വേറൊരു ശശി തരൂരിനെ അനുകൂലിച്ച രീതി, അതായത് അദ്ദേഹത്തിന് ശുഭപ്രതീക്ഷ കിട്ടുന്ന രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായാൽ എന്തായിരിക്കും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു പോസ്റ്റ്? അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശശി തരൂരിന് ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ നേതൃത്വം പിന്നെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഒരു പ്രധാന റോൾ വഹിക്കാനോ അല്ലേ? അങ്ങനെ വഹിച്ചാൽ ഇവിടുത്തെ മറ്റ് നേതാക്കളും എല്ലാം പുറകോട്ട് പോകാനാണ് സാധ്യത. പ്രത്യേകിച്ച് ലീഗ് അടക്കം. ലീഗിന് പോലും ഇപ്പോൾ അതൃപ്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫലസ്തീൻ വിഷയത്തിൽ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ ഹമാസിനെ തീവ്രവാദികളാക്കി പറഞ്ഞതൊക്കെ അതോടുകൂടി അവർ ഏതാണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള നീക്കത്തിലൊന്നും അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തരൂർ വരുന്നതിന് ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. ആ ഒരു വാക്കേ വന്നിട്ടില്ല. അവർ പുതിയ നീക്കങ്ങളിലാണ്. അവർക്ക് തന്നെ ഒരു മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ്സിൽ ഒരാളെ വഴിക്കുന്നതൊക്കെയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ അന്തരീക്ഷം ഒരിക്കലും തരൂരിന് കോൺഗ്രസിനകത്ത് അനുകൂലമല്ല. അപ്പോൾ പുതിയ മേച്ചൽ പുറങ്ങൾ അദ്ദേഹം തേടേണ്ടിയിരിക്കുന്നു. ശശി തരൂരിനെ എപ്പോഴും നിലനിർത്തുന്ന വിശ്വപൗരൻ എന്നൊരു ബ്രാൻഡാണ്. ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അടക്കം അദ്ദേഹത്തെ പുറത്താക്കാൻ ആഗ്രഹിക്കുമ്പോഴും മറ്റു കുറച്ച് പേര് അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ആ ഒരു ബ്രാൻഡ് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ ഇപ്പോൾ ഒരു കേക്ക് വാക്ക് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് പുറത്തോട്ട് പോയാൽ എളുപ്പമായിരിക്കും. അത് പിന്നെ കോൺഗ്രസിനകത്ത് ഇനി അദ്ദേഹത്തിന് വിശ്വപൗരൻ എന്ന് പറഞ്ഞ് സാധ്യത കുറവാണ്. കാരണം ഇതിനേക്കാൾ വിശ്വപൗരനെ പോലെ നിന്നയാളാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് IMFൻ്റെ ചീഫ് എന്നുള്ള നിലയിലും എക്കണോമിക്സിൻ്റെ ഒരു വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തിയും അതുവഴി കഴിവും പ്രവർത്തനത്തിലൂടെ കഴിവും മികവൊക്കെ തെളിയിച്ചാണ്. അദ്ദേഹത്തിന് പോലും ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം എപ്പോഴും ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് നിൽക്കാനായിരുന്നു വിധിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനപ്പുറമൊന്നും ശശി തരൂരിന് അതിനകത്തൊന്നും ചെയ്യാനില്ല. പുറത്തു വന്നാലും വിശ്വപൗരൻ എന്നുള്ള ബ്രാൻഡ് LDF ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്നതിനും അവരുമായിട്ട് ഒത്തുചേർന്ന് സമവായം ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇടങ്ങി നിൽക്കുന്ന തരൂരിനെ മെരുക്കാൻ ഇനി ആർക്ക് സാധിക്കും? അതോ ഇതെല്ലാം സഹിച്ച തരൂർ ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കുമോ? കാത്തിരുന്നു കാണാം. നമസ്കാരം.